പേര് ഇരുമ്പ്, മറ്റൊരു സൂറത്തിൽ ഒരു സൂറത്തിന്റെ പേര് ഊറുമ്പ്, മറ്റൊരു സൂറത്തിന്റെ പേര് ഇരുമ്പ്. യഥാർത്ഥത്തിൽ സൂറത്തുൽ ഹദീദ് ഖുർആനിലെ സൂറത്താണ്. പഠിക്കുക നന്നായിട്ട്. ഖുർആൻ പഠിക്കാൻ താല്പര്യം വരാൻ വേണ്ടി പറയുക. യഥാർത്ഥത്തിൽ ഒരു സൂറത്തിന് പേര് വെക്കുമ്പോൾ ഇരുമ്പ് വെക്കാവോ? ഇരുമ്പെന്ന് നമ്മൾ സാധാരണ ആക്രി അല്ലെ, സാധാരണ ഭാഷ ആക്രി, വിലയില്ലാത്ത സാധനം. യഥാർത്ഥത്തിൽ ഒരു ലോഹമാണ് ഇരുമ്പ്. ഒരു ലോകത്തിന്റെ പേര് വെക്കണമെങ്കിൽ ഏറ്റവും വിലയുള്ള സ്വർണത്തിന്റെ പേര് വെക്കേണ്ട. ഖുർആനിലെ സൂറത്തിന്റെ പേര് പറയും ഇരുമ്പാണ് പറയുന്നത്. സ്വർണം, പ്ലാറ്റിനം, വൈഡൂര്യം, മരതകം. ഒരു സൂറത്തിന് പേര് വെച്ച് സൂറത്തുൽ ഹദീദ്. നീ വലിച്ചെറിഞ്ഞ ഖുർആന്റെ കഥയാണ് ഈ പറയുക. ഇരുമ്പ്. എന്തുകൊണ്ട്? ഇരുമ്പിനൊരു പ്രത്യേകതയുണ്ട്. ആർക്കെങ്കിലും പറയാം ഇരുമ്പിന്റെ പ്രത്യേകത? ഇരുമ്പിന്റെ പ്രത്യേകത ഈ കൂട്ടത്തിരിക്കുന്ന ആർക്കെങ്കിലും പറയോ? ഇപ്പൊ ദയാനന്ദനെ കൊല്ലാനുള്ള സാധ്യത. അതായത് ലോകത്തിലുള്ള സർവ്വലോഹങ്ങളും ഈ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. എന്നാൽ ഇരുണ്ടെന്ന ഒരേ ഒരു ലോകം അത് ആകാശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. 15 നൂറ്റാണ്ട് മുമ്പ് അബൂജഹലിന്റെ മുമ്പിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതിക്കിടക്കുകയാണ് വഅൻസൽനൽ ഹദീദ് وأنزلنا الحديد فيه بأس شديد ومنافع للناس. ഈ ഉരുമ്പിനെ ഞാൻ ആകാശത്ത് നിന്ന് ഇറക്കിയതാണ്. ഇത് അത്ഭുതമാണ്, അത്ഭുതമാണ്, അത്ഭുതമാണ്. ലോകമല്ല ഇരുമ്പെന്ന ഒരേ ഒരു ലോകം അത് ആകാശത്ത് നിന്ന് ഇറക്കിയതാണെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ബോധം നൽകണേ തമ്പുരാനെ. ഈ ഖുർആൻ ഞങ്ങൾക്ക് നീ അറിവ് നൽകണേ തമ്പുരാനെ. ഈ ഖുർആൻ ഞങ്ങൾക്ക് അറിവ് നൽകണേ തമ്പുരാനെ. ഈ ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. അതുകൊണ്ട് രസകരമായ ഖുർആന്റെ ഒരു കഥ ഈ സദസ്സിൽ ഞാൻ വിവരിക്കുകയാണ്. അല്ലാഹു ആ കഥ കേൾക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുന്ദരമായ ഒരു കഥ. അതാണ് നിങ്ങൾക്ക് താല്പര്യം. സീരിയലിൽ കാണുന്നത് അങ്ങനെ തന്നെയാണ്. മോനെ ഖുർആൻ പറയാത്തതൊന്നുമില്ല. പ്രസവിച്ചു, കുട്ടിക്ക് പേരിടേണ്ടത് ആരാണ്? ഉമ്മയോ ഉപ്പയോ? ഉപ്പയോ? അതൊന്നും പുലത്തിൽ കുഞ്ഞപ്പിള്ളാട് പറഞ്ഞാൽ മതി. പ്രസവിച്ചു, കുട്ടിക്ക് പേരിടണം. ഉപ്പയും ഉമ്മയും തമ്മിൽ തർക്കമായി. ആരുടെ പേരാണ് മുന്തിക്കേണ്ടത്? ഖുർആൻ. തന്റെ മകളെ പ്രസവിച്ചപ്പോ ഹന്നാ ബീവി പറഞ്ഞു, ഞാൻ ഇവൾക്ക് മറിയമെന്ന് പേരിടുകയാണ്. വാപ്പ ഇല്ലാത്തത് മരിച്ചത് കൊണ്ടാണ് തഫ്സീറിലുണ്ട്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഉമ്മയുടെ പേരിനാണ് ഔലവിയത്ത് കൊടുക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ. വാക്കവില്ലാതെ പറഞ്ഞിരുന്നത് ഉമ്മാന്റെ പേര്, ഉമ്മയുടെ സൈറ്റിയുടെ പേര്. ഇനി സമയത്തുക മറിയം. മോനെ ഇങ്ങനെ 3 നേരം തിന്നിട്ട് ഇങ്ങനെ കിടന്നുറങ്ങലല്ലാതെ ഖുർആൻ ഇടയ്ക്ക് ഓതി പഠിക്കാൻ വേണ്ടി തയ്യാറാവും. ഇങ്ങനെ ഇമാതിരി ഈ പൊരിച്ച കോഴിയും ചപ്പാത്തിയും മറ്റേ ആ തവാഫിയുടെ കോഴിയും അങ്ങനെ കറങ്ങുന്ന കോഴിയുണ്ടല്ലോ, ആ തവാഫിയുടെ കോഴിയും തിന്നിട്ട് ശരി 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 നിങ്ങളൊന്ന് നോക്ക്. വെജിറ്റേറിയൻ ആണോ നല്ല ഭക്ഷണം? നോൺ വെജിറ്റേറിയൻ ആണോ ഏറ്റവും നല്ല ഭക്ഷണം? കാലാവസ്ഥ ഒന്നുമില്ല. എന്റെ ചോദ്യം ഒറ്റ ചോദ്യം. ഉസ്താദ്മാരെ ചോദിക്കരുത്. വെജിറ്റേറിയൻ ആണോ നല്ല ഭക്ഷണം? നോൺ വെജ് ആണോ നല്ല ഭക്ഷണം? പറ. കുറെ ഭാഗം നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ഒരു വാദിരിക്കട്ടെ. വെജിറ്റേറിയൻ. കാരണം എന്താ? ഡോക്ടർമാർ പറയും കോഴി തിന്നരുത്, അറ്റാക്ക് ഉണ്ടാവും. ഇറച്ചി കൂടുതൽ തിന്നരുത്. കൊളസ്ട്രോളുമായിട്ട് പോയാൽ പറയും ഇറച്ചി തിന്നരുത്, ഇച്ചിരി കുറയ്ക്കണം എന്ന് പറയും. പക്ഷേ നോൺ വെജ് ആണ് ഏറ്റവും നല്ല ഭക്ഷണം. ഏറ്റവും നല്ല ഭക്ഷണം എന്നാര് പറഞ്ഞു? ഖുർആൻ. എന്നാര് പറഞ്ഞു? വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, മൂസാ നബി ബനൂ ഇസ്രായേലുമായി കടന്നു പോകുമ്പോ അവര് പറഞ്ഞു, മൂസാ ഞങ്ങൾക്ക് ഭക്ഷണം നൽകണമെന്ന് പറഞ്ഞപ്പോ കാടപ്പച്ചിയുടെ ഇറച്ചിയും കട്ടിച്ചേനും അല്ലാഹു നൽകി. അത് തിന്നപ്പോഴാണ് ബനൂ ഇസ്രായേൽ പറഞ്ഞത്, അല്ലാഹു മൂസാ നബിയെ ഞങ്ങൾക്ക് ഇത് വേണ്ട. ഞങ്ങൾക്കിനി പച്ചപ്പയറും ഉള്ളിയും ഗോതമ്പും വെജിറ്റേറിയൻ മതി. ഈ നോൺ വെജ് ഞങ്ങൾ മടുത്തെന്ന് പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞു, മൂസാ നബിയെ അവരോട് ചോദിച്ചു നോക്കുക,
ഏറ്റവും നല്ല ഭക്ഷണം നിങ്ങൾ ഏറ്റവും താഴ്ന്ന ഭക്ഷണം നിങ്ങൾ ചോദിക്കുകയാണോ? ഇറച്ചി നിന്നുകൊണ്ട് നടന്ന നിങ്ങൾ ഏറ്റവും നല്ല വെജിറ്റേറിയന്റെ ഭക്ഷണം നിങ്ങൾ ചോദിക്കുകയാണോ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതെന്റെ കണ്ടുപിടുത്താണ്. ഇത് ബുഖാരിയിലുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഏറ്റവും നല്ല മാംസത്തിന്റെ ഇറച്ചി നിങ്ങൾക്ക് തന്നിട്ട് അതിന് ഏറ്റവും താഴ്ന്ന വെജിറ്റേറിയനാണ് നിങ്ങൾ ചോദിക്കുക. അപ്പോ ഉസ്താദ് കോഴി തന്നാൽ അറ്റാക്ക് വരുന്നതോ? 40 ദിവസം കൊണ്ട് ഗർഭിണിയായി പ്രസവിക്കണം കോഴി തിന്നിട്ടാണ് നാടൻ കോഴി ഉപ്പാപ്പാക്ക് ഇന്നവരെ അറ്റാക്ക് വന്നിട്ടില്ല. അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ഇന്നവരെ കുഴപ്പമുണ്ട്. കലർപ്പില്ലാത്ത ഭക്ഷണം കഴിച്ചവരാണ്. കലർപ്പില്ലാത്ത ഭക്ഷണം കഴിച്ചവരാണവർ. മാത്രവുമല്ല അവര് കഴിച്ച ഭക്ഷണത്തിന് ശുക്രുള്ളവരാണ്. പണ്ട് കാലത്ത് വീട്ടിൽ തേങ്ങയിട്ടാൽ ആ വീടിന്റെ കോങ്കലിൽ പടിഞ്ഞാറേ മൂലയിൽ ഒരടക്കത്തേങ്ങ തൂങ്ങിക്കിടക്കും. 400 തേങ്ങയിട്ടാൽ 10 തേങ്ങ എടുത്തതിന്റെ തൊണ്ട് ഒരൽപ്പം വലിച്ച് വീടിന്റെ കോന്തലിൽ കെട്ടിത്തൂക്കിയിടും. കബീലവര് പന്തങ്ങാവുമ്പോൾ ആ തേങ്ങയിൽ നിന്ന് 10 തേങ്ങയുടെ തരച്ച് പായസം വെച്ച് വാപ്പയും കുടുംബാംഗങ്ങളും മൗലൂദൂരിട്ട് കൊടുത്തു. അതുകൊണ്ട് അന്നത്തെ തേങ്ങ മണ്ടരിയില്ലാത്ത തേങ്ങയായിരുന്നു. ഇന്ന് നമ്മൾ ആ തേങ്ങ തിന്നിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ തേങ്ങയെ പോയി, ആ തേങ്ങ തന്നെ പോയി. പണ്ടത്തെ അവർക്ക് ഒരു തേങ്ങ കിട്ടിയാൽ ഈ പഴയ സമൂഹത്തിന് റസൂലുള്ളാഹി ഉറപ്പില്ല. ഇന്നത് പോയി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആദ്യമായി പെട്ടെന്ന് ഒരു കഥ പറയുന്നതിന് ആദ്യമായി അപ്പൊ വെജാണോ നോൺ വെജാണോ ഏറ്റവും നല്ലത്? ഇനി തിരിച്ചു പറയാനെങ്കിലും ചോദിച്ചാൽ പറയോ? ഇല്ല. ഒരു രാഷ്ട്രത്തെ ലോകത്തറിയുന്നത് ജനസംഖ്യ വെച്ച ഇന്ത്യ 3 കോടി, അമേരിക്ക 84 കോടി. ലോകത്താദ്യമായി ജനസംഖ്യ പറഞ്ഞത് ഖുർആനാണ്. ലോകത്താദ്യമായി ജനസംഖ്യ പറഞ്ഞത് ഖുർആനാണ്. ഈ 12 വയസ്സുകാരന്റെ മനസ്സിലിരുന്ന ഖുർആനാണ്. ഈ കയ്യിലിരിക്കുന്ന ആയത്താണ്. യൂനുസിനെ ഞാൻ അയച്ചത് 1,00,000 ജനസംഖ്യയുള്ള രാഷ്ട്രത്തിലേക്കാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇങ്ങനെ എത്ര പറയാൻ സമയമില്ല. ഞാൻ ചുരുക്കുകയാണ് സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ സൂറത്തിൽ ഞങ്ങൾ ശാസ്ത്ര സത്യം പറയാൻ ഒരു അത്ഭുതകരമായ കഥ പറയുന്നുണ്ട്. ലോകം അടക്കി പിടിച്ച ചക്രവർത്തിയാണ് സുലൈമാൻ നബി. 4 ചക്രവർത്തിമാരാണ് ലോകം അടക്കി ഭരിച്ചിട്ടുള്ളത്. അതിലൊരാളാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ശാസ്ത്രം കേട്ട് വിഷമിക്കേണ്ട, ഒരു കഥ കേട്ട് പെണ്ണുങ്ങളൊന്നും ഉഷാറായിക്കോട്ടെ. അപ്പൊ അതിന്റെ കൂടെ ഒരു ശാസ്ത്രം കൂടെ ഞാൻ പറഞ്ഞുതരാം. 3 എണ്ണം ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. ലോകം അടക്കി ഭരിച്ച പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. 4 പേര് അടക്കി ഭരിച്ചിട്ടുണ്ട്. സുലൈമാൻ നബി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രവാചകനാണ്. ഇനി നിങ്ങൾ ഒരു രഹസ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. സുലൈമാൻ നബി കേരളവുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ള ആളാണ്. കേരളത്തിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ് നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. കേരളത്തിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് ഇന്ത്യയും അന്ന് സുലൈമാൻ നബിയുടെ വീടിലാണ്. ലോകമടക്കി ഭരിച്ചു. കേരളത്തിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ്. നിലമ്പൂരിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ സുലൈമാൻ നബിക്ക് 2 തുറമുഖമുണ്ടായിരുന്നു. ഒന്ന് ബാഫാർ. ആ ബാഫാറാണ് ഇപ്പോഴത്തെ ബേപ്പൂർ. രണ്ടാമത്തേത് കറാച്ചിയിലാണ്. അന്ന് കറാച്ചി ഇന്ത്യയുടെ ഭാഗമാണ്. പഠിക്ക് നന്നായിട്ട്. ചരിത്രമാണിത്. വാക്കവി വെറുതെ പറയുന്നതല്ല. ആദം നബിയുടെ 2 മക്കൾ തമ്മിൽ കാബീൽ ഹാബീലിനെ കൊന്നു. ആ സംഭവം നടന്നത് തമിഴ്നാട്ടിലെ രാമനാഥപുരത്താണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിൽ പറയുന്ന സംഭവം ചരിത്രം വെറുതെയല്ല. അതിന്റെ കഥ കാബീൽ ഹാബീലിനെ കൊന്നത് അറിയില്ലേ? ആദം നബിയുടെ 2 മക്കൾ. ആ കൊല നടന്നത് എവിടെ വെച്ചാ? തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് വെച്ച്. അത്ഭുതം ഉണ്ടോ? കാരണം ആദം നബി ജീവിച്ചത് ഇന്ത്യയിലല്ലേ? ആദം നബി ജീവിച്ചത് ഇന്ത്യയിലല്ലേ? സ്വർഗത്തിൽ അല്ലാഹു ആദം നബിയെ പുറത്താക്കി. ആദം നബി എവിടെ വന്നു? സിലോണിൽ വന്നു. ഹവ്വാ ബീവി എവിടെ പോയി? എവിടെ? ജിദ്ദയല്ല, ജിദ്ദ മലയാളിയാക്കിയതാണ്. ജദ്ദ. അറബികൾ ജദ്ദ എന്ന് പറയുക. വെല്ലുമാട നാട്. ആദം നബി ഇന്ത്യയിൽ വന്നു. ഹവ്വാ ബീവി ജദ്ദയിൽ വന്നു. കൂടെ ഒരു മഹാനവറുകളെ പുറത്താക്കി. ആരെ? ഇബ്ലീസ്. ഇബ്ലീസ് എവിടെ ഇറങ്ങി? ഇബ്ലീസ് കൂടെ ഇറങ്ങി. ഇബ്ലീസ് ജോർദാനിൽ ഇറങ്ങി.
ഇബ്ലീസ് ജോർദാനിൽ ഇറങ്ങി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിൽ വന്ന് 300 വർഷം ആദം നബി അല്ലാഹുവിനോട് തൗബ ചെയ്ത് കരഞ്ഞു, അല്ലാഹുവേ റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ റബ്ബനാ വലംനാ അൻഫുസനാ, ഞങ്ങൾ തെറ്റുകൾ ചെയ്തു. അല്ലാഹുവേ വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ, വതർഹംനാ, നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പരാജയപ്പെട്ടു പോകും. അല്ലാഹുവേ 100 വർഷം ആദം നബി നിന്ന് കരഞ്ഞു, 100 വർഷം ആദം നബി ഇരുന്ന് കരഞ്ഞു, 100 വർഷം ആദം നബി കടന്ന് കരഞ്ഞു. 300 വർഷം ആദം നബി കരഞ്ഞപ്പോ ആദം നബിയുടെ കണ്ണുനീരിൽ നിന്ന് 3 വൃക്ഷങ്ങൾ പൊട്ടി വളച്ചു വന്നു. 1 ഊത് മരം, 2 സന്തരു ചന്ദനം, 3 ഇഞ്ചി. ഈ 3 ചെടികൾ ആദം നബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത് നിന്നാണ് പൊട്ടി മുളച്ചത്. ലോകത്തിലെ ഏറ്റവും നല്ല ഊത് കിട്ടുന്നത്, ലോകത്തിലെ ഏറ്റവും നല്ല ഊത് കിട്ടുന്നത് ആദം നബി 300 വർഷം കരഞ്ഞു. കണ്ണുനീര് വീണ സ്ഥലത്ത് 3 സസ്യങ്ങൾ പൊട്ടിമുളച്ചു വന്നു. ആദം നബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത് 1 ഊത്. ലോകത്തിലെ ഏറ്റവും വലിയ ഊത് കിട്ടും, നല്ല ഊത് കിട്ടുന്നത് കൊടുക്കുന്നത് ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും 2 ചന്ദനം, ഏറ്റവും നല്ല ചന്ദനം ഇന്ത്യയിലേത്. ലോകത്തിലെ ഏറ്റവും നല്ല ഇഞ്ചി ഇന്ത്യയിലേത്. അപ്പൊ ആദം നബി കരഞ്ഞത് സമ്മതിച്ചല്ലോ. അപ്പൊ ആദം നബി കരഞ്ഞത് ഇന്ത്യയിൽ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന സൂറത്തുൽ നംലിൽ, അതുകൊണ്ട് ഖുർആന്റെ ചരിത്രങ്ങൾ മുഴുവൻ വെറുതെ ചരിത്രങ്ങളല്ല, അത് നടന്ന സ്ഥലങ്ങൾ പോലും ഭൂപടത്തിൽ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഈ ചരിത്ര സംഭവങ്ങൾ പറയുമ്പോൾ അത് നടന്ന ചരിത്ര പശ്ചാത്തലങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ലോകത്തിന്റെ ഒരേ ഒരു വേദഗ്രന്ഥമേ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സുലൈമാൻ നബിക്കൊരു മരംകൊത്തി ഉണ്ടായിരുന്നു. ലോകം മുഴുവനും മടക്കി ഭരിക്കുന്ന സുലൈമാൻ നബിയുടെ മെസഞ്ചറാണ് മരംകൊത്തി. രാവിലെ ആ മരംകൊത്തി പോകും, വൈകുന്നേരമാകുമ്പോൾ മരംകൊത്തി തിരിച്ചു വരും. അതേവരെ ആ നാട്ടിൽ നടക്കുന്ന മുഴുവൻ ന്യൂസും പറയുന്ന സുലൈമാൻ നബിയുടെ അൽ ജസീറയാണ് മരംകൊത്തി, സുലൈമാൻ നബിയുടെ BBC ആണ് മരംകൊത്തി, സുലൈമാൻ നബിയുടെ ഏഷ്യാനെറ്റ് ന്യൂസാണ് മരംകൊത്തി. മുഴുവൻ കൊടുമുടികളും പറഞ്ഞു നടന്ന് സർവ്വ രഹസ്യങ്ങളും കൊടുക്കുന്ന മരംകൊത്തി. ഖുർആൻ പറയാൻ ഒരു ദിവസം ഒരു സുന്ദരമായ കഥ. ഇതൊരു റൊമാന്റിക് ഭാവനയല്ല, ഇത് മേരി ഷെല്ലിയുടെ കഥയല്ല, ഇത് സാഹിത്യമില്ല, തൈരിഹ്യമല്ല, ഇത് മിത്തല്ല, കഥനങ്ങളല്ല. ആ വൈകുന്നേരം തന്നെ മരംകൊത്തിയെ കാത്തു നിൽക്കുമ്പോ മരംകൊത്തി വന്നിട്ടില്ല. സുലൈമാൻ നബിക്ക് സന്ധ്യയായി, സുലൈമാൻ നബിക്ക് ദേഷ്യമായി. സുലൈമാൻ നബി പറഞ്ഞു, മരംകൊത്തി വരാത്തതെന്താ? لأعذبنه عذابا شديدا أو لأذبحنه أو ليأتيني بسلطان مبين. ആ മരംകൊത്തി ഇന്ന് വരട്ടെ, അവിടെ താമസിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇന്ന് ഞാൻ അവിടെ 100 അടിയടിക്കും, അതല്ലെങ്കിൽ ആ മരംകൊത്തി ഞാൻ അറുത്ത് മാറ്റിക്കളയും. സുലൈമാൻ നബി ദേശത്തോടെ പറഞ്ഞു. ചുരുക്കി പറയട്ടെ, ഖുർആന്റെ സാഹിത്യ ഭാഷയാണ്. തെല്ലും അമാന്തിച്ചില്ല. എന്റെ കഥ പറയുന്നത് പോലെ, ഒറ്റക്കാട് എഴുതുന്നത് പോലെ തെല്ലും അമാന്തിച്ചില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ സിദ്ധി ഖുർആനാണ്. ചെറുപ്പക്കാരാ, വൈക്കം മുഹമ്മദ് ബഷീർ നോവലിൽ നിന്ന് ഖുർആൻ പഠിച്ചിട്ടാണ്. വിക്ടർ ഹ്യൂഗോയുടെ പ്രവേശ് എന്ന് പറയുന്ന നാടകം സൂറത്തുൽ ഗൾഫിലെ തോട്ടക്കാരന്റെ കഥയാണ്. വില്യം ഷേക്സ്പിയറിന്റെ മഹത്വാദകങ്ങൾ അല്ലാഹുവിന്റെ ഖുർആന്റെ വാക്യത്തിന്റെ പുനരാവിഷ്കാരമാണ്. പിന്നീട് ഒരു സദസ്സിന് ഞാൻ വിശദീകരിച്ചു പറയാം. ഇവിടെ പറയാം പരിമിതിയുടെ സമയത്തിന്റെ. വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യം ഖുർആൻ പഠിച്ചിട്ടാണ്. വിക്ടർ ഹ്യൂഗോയുടെ ദ പ്രവേശ് എന്ന് പറയുന്ന നാടകം സൂറത്തുൽ ഗൾഫിലെ തോട്ടക്കാരന്റെ കഥയാണ്. പിന്നെ ഒരു സദസ്സുണ്ടാകും, അവിടെ വെച്ച് പറയാം. അത് തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വിരസത ഉണ്ടാവും. നമ്മളൊരു നാടന്മാരല്ലേ, നമുക്കെന്ത് അത് വിക്ടർ ഹ്യൂഗോ, നമുക്കെന്ത് മനസ്സ്, നമുക്ക് വിക്ടർ ഹ്യൂഗോ, നമുക്ക് തുറപ്പ സുഖേര് കുരുവി റസാക്കുന്നല്ലാതെ നമുക്കെന്ത് തുറപ്പ സുഖേര് വിക്ടർ ഹ്യൂഗോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഹുദുഹുദ് വന്നു, താമസിച്ചു, മെസഞ്ചറായി താമസിച്ചു. ചുരുക്കിയ പറയാം, ഒരു ശാസ്ത്രം പറയാനും ഒരു കഥ പറയാനും രണ്ടും കൂടിയാണ് ഈ സീരിയലിൽ നിന്ന് നിങ്ങളൊന്ന് മാറാനും. ഖുർആൻ പറയുകയാണ്, നോവലിസ്റ്റ് പറയുകയെ, അവൻ വാതിലിൽ നോക്കി, തെല്ലും അമാന്തിച്ചില്ല.
തെല്ലും കഴിഞ്ഞില്ല. ഹുദുഹുദ് പാഞ്ഞു വന്നു. സുലൈമാൻ നബി അടിക്കാൻ ചാട്ടവാറെടുത്തപ്പോ ഹുദുഹുദ് പറഞ്ഞു, എന്നെ അടിക്കല്ലേ, എന്നെ കൊല്ലല്ലേ, കൊല്ലാതിരുന്നാൽ ഇന്ന് ഞാൻ ഒരു നല്ല ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്, അത് നിങ്ങളോട് പറയാം. ഖുർആൻ സൂറത്തുൽ നംൽ. എന്നെ കൊല്ലാതിരുന്നാൽ ഞാൻ ഒരു ന്യൂസ് പറഞ്ഞുതരാം. ഭർത്താവിരിക്കുന്ന അടിക്കാതിരുന്ന അപ്പുറത്തൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ആ സമയത്ത് ഹുദുഹുദ് പറഞ്ഞു, ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയെ, ഞാൻ ഇന്ന് രാവിലെ മുതൽ പാറിപ്പറന്ന് നടന്നപ്പോ ആരും അറിയാതെ സബ എന്ന് പറയുന്ന ഒരു ബലഭൂയിഷ്ടമായ സമ്പൽ സമൃദ്ധമായ രാജ്യത്തിൽ ഞാൻ പോയി. അവിടെ ചെന്നപ്പോ സുലൈമാൻ നബിയെ ആ സഭ ഭരിക്കുന്നതിൽ പെണ്ണാണ് സുലൈമാൻ നബിയെ. നിങ്ങൾ ലോകത്തിന്റെ ചക്രവർത്തിയാണെന്ന് പറയുമ്പോ നിങ്ങൾ അറിയാത്തൊരു നാട്ടിലൊരു പെണ്ണിരുന്ന് ഭരിക്കുകയാണ്. അവളുടെ പേര് ബൽക്കീസ് എന്നാണ്. സുലൈമാൻ നബിയെ മാത്രമല്ല, നിങ്ങളെ വെല്ലുന്ന ഒരു സിംഹാസനം ആ ബൽക്കീസിന് രത്നങ്ങളും മരതകങ്ങളും ഗോമേതകങ്ങളും പതിപ്പിച്ച ഒരു സുന്ദരമായ കസേരയുമുണ്ട്. ആ കസേരയിലാണ് ബൽക്കീസ് ഇരിക്കുന്നത്. ചുരുക്കി പറയട്ടെ, സുലൈമാൻ നബി അത്ഭുതപ്പെട്ടു പോയി. ഈ നാട് മുഴുവനും താൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു പെണ്ണ് ഭരിക്കുകയോ. മന്ത്രിസഭ വിളിച്ചുപോയി. സുലൈമാൻ നബിയുടെ മന്ത്രിസഭയിലെ ജിന്നുകളുണ്ട്, മനുഷ്യരുണ്ട്, പക്ഷികളുണ്ട്, പറവകളുണ്ട്, എല്ലാം അടങ്ങുന്ന മന്ത്രിസഭ. സുലൈമാൻ നബി ചോദിച്ചു മന്ത്രിസഭയോട്, ഒരു പുതിയ വിശേഷം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരും അറിയാതെ ബൽക്കീസ് എന്ന പെണ്ണ് ഒരു അത്ഭുത സിംഹാസനത്തിൽ ഇരുന്ന് നാട് ഭരിക്കുന്നുണ്ട്. ആ ബൽക്കീസിന്റെ സിംഹാസനം ആരാണ് എന്റെ മുമ്പിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചു തരിക? 40 മാസത്തെ വഴി ദൂരമുണ്ട് ബൽക്കീസിലേക്ക് പോകാൻ, സഭയിലേക്ക് പോകാൻ. ആ സമയത്ത് ജിന്നുകളുടെ രാജാവായ ഇഫ്രീത്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അത്രേ, കാല ഇഫ്രീത്തു മിനൽ ജിന്നി അനാ ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക. സുലൈമാൻ നബിയെ, അങ്ങിരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് 40 മാസം വഴി ദൂരമുള്ള സിംഹാസനം ഞാൻ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നതാം സുലൈമാൻ നബിയെ. സുലൈമാൻ നബി മന്ത്രിസഭ വിളിച്ചുകൂട്ടി. എല്ലാവരും ഉള്ള പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, മുഖ്യമന്ത്രി, മുക്കാത്ത മന്ത്രി, എല്ലാവരും ഉള്ള സദസ്. ജിന്നുണ്ട്, മനുഷ്യരുണ്ട്, പക്ഷിയുണ്ട്, പറവയുണ്ട്, എല്ലാണ്ട്. സുലൈമാൻ നബി ചോദിച്ചു, സൂറത്തിൽ നംലിന്റെ കഥയാ പെണ്ണെ, സൂറത്തിൽ നംല്. ആ സമയത്ത് സുലൈമാൻ നബി ചോദിച്ചു, അയ്യുക്കും ഞാൻ അറിയാതെ നാട് ഭരിക്കുന്ന ബിൽക്കീസ് ഇരിക്കുന്ന സിംഹാസനം എത്രയും പെട്ടെന്ന് എന്റെ മുമ്പിൽ കൊണ്ടുവന്നു തരാൻ ആർക്കാ കഴിയുക? ജിന്നുകളുടെ നേതാവായി ഇഫ്രീത്ത്. ജിന്നിനെ കണ്ടിട്ടുണ്ട്? ജിന്നിനെ കണ്ട ആരെങ്കിലും ഉണ്ട്? ഒന്ന് കൈവക്കി. ജിന്നിനെ കണ്ട ആരെങ്കിലും ഉണ്ട്? കൈവക്കി. ഇല്ലേ? രണ്ട് ജിന്നിനെ കണ്ടിട്ടുണ്ട്, പിശാചിനെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ആണുങ്ങൾ അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. പെണ്ണുങ്ങൾ മുഴുവൻ കൈവെക്കുക, പിശാച് എന്നാ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ജിന്നുകളുടെ നേതാവാണ് ഇഫ്രീത്ത്. ഇഫ്രീത്ത് പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക. അങ്ങ് ഇരുന്നിടത്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. സുലൈമാൻ പറഞ്ഞു, അല്ല, അതിനേക്കാൾ വേഗതയിലായി കൊണ്ടുവരും. അതിനേക്കാൾ വേഗതയിലാർക്ക് ജിന്നിന് പറ്റാത്തത്. ആ സമയത്ത് സദസ്സ് നിശബ്ദമായി. ജിന്നുകൾക്ക് കഴിയാത്തത് ആർക്കാണ് കഴിയുക? ആ സമയത്താണ് നിശബ്ദമായ സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റ് നിന്നു. ഖുർആൻ പറയട്ടെ, കാനല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ് അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക. അങ്ങയുടെ കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ആ സിംഹാസനം ഞാൻ കൊണ്ടുവരാമെന്ന് തൗറാത്തിൽ അഗാധ പ്രാവീണ്യമുള്ള ആ സിദ്ദീഖ് ബർഖയാ അനാതീക ബിഹി ഖബ്ല യർതദ്ദ ഇലൈക തർഫുക. ഒരു മനുഷ്യൻ പറഞ്ഞു, അങ്ങയുടെ കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങേക്ക് ആ സിംഹാസനം മുമ്പിലെത്തിക്കാം നബിയേ. എന്നിട്ട് ആകാശത്തേക്ക് നോക്കി ആ സിദ്ദീഖ് ബർഖയാ ഒരു ദിക്ർ ചൊല്ലി, അല്ലാഹുവേ യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം. ആ ദിക്ർ ചൊല്ലേണ്ട താമസം 40 മാസത്തിന്റെ വഴിദൂരം അകലെയുള്ള ബിൽക്കീസിന്റെ സിംഹാസനം സുലൈമാൻ നബിയുടെ മുറ്റത്ത് വന്നു നിന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
സിംഹാസനം പാഞ്ഞ് സുലൈമാൻ നബിയുടെ മുമ്പിലെത്തി. ആസിഫ് ഇബ്നു ബർഖയ പറഞ്ഞത്, ഞാൻ കൊണ്ടുവന്ന് തരാം. ഖബില അയർതദ്ദ ഇലൈക തർഫുക, അങ്ങയുടെ കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുമ്പ്. കണ്ണടച്ച് തുറക്കാൻ എത്ര സെക്കൻഡ് വേണം? ഇത് കണ്ണ് ഇങ്ങോട്ട് നോക്കും മനുഷ്യന്മാര്, ചുമ്മാ കഥ കേൾക്കാതെ. ഞാൻ ശാസ്ത്രം പറയാനാ പറഞ്ഞത്. കണ്ണടച്ച് തുറക്കാൻ എത്ര സമയം വേണം? എത്ര? ഒരു സെക്കൻഡ്. കണ്ണൊന്ന് അടക്കി തുറക്ക്. എത്ര പറ മനുഷ്യന്മാര്, എത്ര? ഒരു സെക്കൻഡ്. കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ്. അപ്പോ സമ്മതിച്ചല്ലോ. ഖുർആൻ കണ്ണടച്ച് ചിമ്മി തുറക്കാൻ ഒരു സെക്കൻഡ്, കണ്ണടച്ച് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് അര സെക്കൻഡ്. സെക്കൻഡിനെ വിഭജിക്കാമെന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. സെക്കൻഡിനെ വിഭജിക്കാമെന്ന് സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ ഒരു മനുഷ്യൻ പറയുന്നത് BC 1050-ലാണ്. ഖുർആൻ BC 1050 കഥ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങളെ, ഹാഫിളീങ്ങളെ, നിങ്ങൾ എഞ്ചിനീയറിംഗ് നഷ്ടപ്പെട്ട പൊട്ടനല്ല. ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിളാരാ, ആലിമാരാ. അവൻ എഞ്ചിനീയറിംഗ് പഠിച്ചില്ലല്ലോ, അവൻ MBBS പഠിച്ചിട്ടില്ലല്ലോ, അവര് PhD ഇല്ലല്ലോ. മൊയ്യാക്കന്മാര് ദുനിയാവ് പോയവരാണ്. അല്ല, മൊയ്യാരാരെന്നറിയോ? അവൻ സെക്കൻഡിനെ വിവരിക്കാമെന്ന് പഠിച്ച ഏറ്റവും വലിയ ശാസ്ത്ര ഗ്രന്ഥം കാണാതെ പഠിച്ചവനാണ് ഹാഫിള്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവ് നഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ പെങ്ങളെ ഖുർആൻ പഠിക്കുന്നില്ല. മഹാഭാരതത്തിന്റെ സീരിയൽ ടിവിയിൽ കാണുമ്പോ കൗരവരുടെ കൊട്ടാരത്തിലേക്ക് പാണ്ഡവര് വന്നു. സ്ഫടികത്തിന്റെ താഴെ അരുവി ഒഴുകുകയാണ്. അരുവിയുടെ മുകളിൽ സ്ഫടികം വെച്ചിരിക്കുകയാണ്. പഞ്ചപാണ്ഡവര് വന്നിട്ട് അതിന്റെ താഴെ ഗ്ലാസ് കിടക്കുന്നത് കണ്ടില്ല. അരുവിയാന്ന് കരുതിയിട്ടവരും മുണ്ടിങ്ങനെ പൊക്കിയിട്ട് അതിന്റെ മുകളിലേക്ക് ചവിട്ടാൻ പോയപ്പോ അർജുനനോട് കൃഷ്ണനാണ് പറഞ്ഞത്, അർജുനായത് അരുവിയല്ല, അത് ഗ്ലാസിന്റെ താഴെ കൂടെ വെള്ളമെടുക്കുന്നതാണ്. അതിന്റെ മുകളിലെ ഗ്ലാസിന്റെ അർജുന. ഇത് കണ്ട മേത്തച്ചി പെണ്ണ് അത്ഭുതത്തോടെ നോക്കി നിന്നു. റബ്ബേ, ഇതെന്തോ അത്ഭുതമാണ്. പെങ്ങളെ, സൂറത്തുൽ നംലോട് ബിൽഖീസ് സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ വന്നു. കൊട്ടാരത്തിന്റെ മുമ്പിലെത്തിയപ്പോ അതിന്റെ താഴെ കൂടെ അരുവിയൊടുകുന്നു. മുകളിൽ സ്ഫടികം വെച്ചിട്ടുണ്ട് സുലൈമാൻ നബിയുടെ കൊട്ടാരത്ത്. ബിൽഖീസ് അതിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ ഖുർആൻ പറയുകയാണ്, തന്റെ കണങ്കാലിന്റെ മുകളിലേക്ക് സാരി പൊക്കി അപ്പുറത്ത് നിന്നിട്ട് സുലൈമാൻ നബി പറഞ്ഞു, ഇത് അരുവിയല്ല, സ്ഫടികമാണ്, ബിൽഖീസേ ചവിട്ടിക്കൊള്ളുക. ഇത് അവർക്ക് അറിവ് കണ്ടപ്പോൾ അത്ഭുതമായിട്ട് തോന്നിയത്. ഖുർആൻ ഇന്ന് അവര് ബൽക്കീസ് സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലെത്തി. ഫ്രണ്ടിൽ ഗ്ലാസ്, താഴെ അരുവി. ബൽക്കീസ് വലിക്കും, ഇത് അരുവിയാണ്. അവളുടെ കണ്ണങ്കാലം മുകളിലിട്ട് അവള് സാരി പൊക്കി. അന്ന് സാരി ഉണ്ടായിരുന്നൊന്നും ചോദിക്കരുത്, അവൾ ഉടുത്തിരുന്ന് എന്തോ ഒരു സുനാപ്പി പൊക്കി. ഇതിന് നല്ല വലിയ ബുദ്ധിമാന്മാരുണ്ടോ? സാരി പൊക്കി, സാരി ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അവിടെ ഞാൻ പറഞ്ഞ അന്ന് അവൾ ഉടുത്തിരുന്ന് എന്തോ ഒരു സുനാപ്പി അതങ്ങനത്തെ പൊക്കി. അവളെ കണങ്കാലിന്റെ മുകളിലേക്ക് പൊക്കി. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, ഈ ഖുർആൻ ഇങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ഇത് ഖുർആനിന്റെ ചെറിയ വിവരണമാണ്. കഥയും കഥനവും ഐതിഹ്യവും മിത്തും ശാസ്ത്രവും വൈദ്യശാസ്ത്രവും സർവ്വതും ഖുർആൻ പറഞ്ഞ് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ ഖുർആൻ ഏറ്റവും വലിയ അത്ഭുതമായത്, നന്നായിട്ട് ഇതിന്റെ പരിസമാപ്തി ഞാൻ കുറിക്കും. ഖുർആൻ അത്ഭുതമായത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കിരാതരായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ, കൊല്ലാൻ വന്ന ഫുലാല, കാലം മണ്ണിൽ തുൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോൾ വ്യഭിചരിച്ചിട്ട് പോയ ഫുലാല തിരിച്ചു പോകുമ്പോൾ ഫുലാല മുസ്ലിമായി ഇനി വ്യഭിചരിക്കില്ല എന്ന് പറയാൻ ഒരു ഗ്രന്ഥത്തിന് കഴിയുന്നെങ്കിൽ ഇന്നിവിടെ നടക്കുന്ന ദൗത്യം അതാണ്. ഖുർആനിലെ ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന ആയത്ത്, കീഴ്പ്പെടുത്തുന്ന മക്കയിലെ ഏറ്റവും വലിയ കുഫാറുകൾ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പോലെ തന്നെ പള്ളിയിലെ മുസ്ലിയാർ പരീക്ഷയ്ക്കെതിരെ പറഞ്ഞാൽ പിറ്റേ ദിവസം രാജി ഉറപ്പ്, ഒന്നീ രാജി ലഭിക്കും അല്ലെങ്കിൽ വെക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദിനെ ഞങ്ങൾ പിരിച്ചുവിടില്ല. ഉസ്താദിനെ കമ്മിറ്റിക്കാർ പറയും പിരിച്ചുവിടില്ല, ഉസ്താദ് തന്നെ പിരിഞ്ഞോളൂ, പരമാവധി ഉസ്താദ് തന്നെ പിരിഞ്ഞോളൂ. സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ ഏറ്റവും ക്രൂരന്മാരായ ആളുകൾ
അവരുടെ മുമ്പിലേക്ക് ഖുർആൻ ഇറങ്ങിയപ്പോൾ അവർ പിന്നീട് ആരായി മാറി? യഥാർത്ഥത്തിൽ സഹാബാക്കളുടെ കൂടെ ഒരു MBBS ഉണ്ടോ? ഒരു PhD ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ സഹാബത്ത് മന്ദബുദ്ധിയിലൂടെ ഇതൊന്നും തോന്നരുത്. സഹാബത്തിൽ ഒന്നും അറിയാത്ത പച്ചക്കൊട്ടന്മാരുണ്ട്. ഖുർആൻ ആയത്തിറങ്ങി കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേർപെട്ട് വരുന്നത് വരെ നിങ്ങൾ ഇടയത്താഴം കഴിച്ചോളൂ. ഖുർആൻ ഒരു സാഹിത്യമാണ്. കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വേർപെടുന്നത് വരെ നിങ്ങൾ ഇടയത്താഴം കഴിച്ചോളുക. ഒരു സഹാബി ആയത്തിറങ്ങിയ ഉടനെ ഉക്കാദ ചന്തയിൽ ഒരു കറുത്ത നൂല് വെളുത്ത നൂല് വാങ്ങിച്ചു. തന്റെ പാലിന്റെ അടിയിൽ വെച്ച് ഈത്തപ്പഴത്തിന്റെ കൊട്ടയിൽ വെച്ചിട്ട് തിന്നാൻ തുടങ്ങി. ഓരോ സമയത്തും പായി പൊക്കി നോക്കും. കറുത്ത നൂലിന് വെളുത്ത നൂല് വെളിവായി ഒന്നുമില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കിഴക്കൻ ചക്രവാളത്തിൽ കറുത്ത മേഘം മാറി വെളുത്ത മേഘം വരുന്നത് വരെ എന്നാണ് അർത്ഥം. അതിന് നൂലിനെ ഉപമിച്ചേ ഉള്ളൂ. ഈ സഹാബി തിന്നു, പള്ളിയിൽ വാങ്ങി വിളിച്ചു, നൂലുമായിട്ട് ഹദറത്ത് റസൂലില്ല. നബിയെ, ഞാൻ നൂലും വെച്ച് നോക്കിക്കൊണ്ട് ആയത്ത് നോക്കിയിട്ട് ഭക്ഷണം തിന്നു നബിയെ, കറുത്ത നൂലിന് വെളുത്ത നൂലിന് ഒരു വെളിവായില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചോണ്ട് ചോദിച്ചു, നീ ഇത്രയ്ക്ക് വലിയ പമ്പര വിട്ടിയായല്ലോ സഹാബി. അത്രയ്ക്ക് വലിയ വിവരം അവർക്കുണ്ടായിരുന്നില്ല. അവരോടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇല്ല ഇല്ല, നാളെ പരലോകമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, ഈ രാത്രിയും ശാശ്വതമല്ല, മദ്യപാനത്തോട് വിട പറയണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ കഅബാലയത്തിന്റെ മത്താബിലിരുന്ന് ഖുർആൻ ഓതിയപ്പോ പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട് കഅബാലയത്തിന്റെ മത്താബിലിരുന്ന് വെല്ലുവിളിച്ച ആളുകളുടെ നേരെയാണ് അല്ലാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത് അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതി കിടക്കുമ്പോ കഅബാലയത്തിന്റെ മത്താബിൽ നിന്നിട്ട് ആ നാട്ടിലെ ചെറുപ്പക്കാര് പരിഹസിച്ചു അത്രേ, അഹിയാനൻ നജുറു ഇലാ അഖീനാ ഇദാ ലം യജുറു ബിഹി ഇല്ലാ അഖാനാ, അഹിയാനൻ നജുറു ഇലാ അഖീനാ ഇദാ ലം യജുറു ബിഹി ഇല്ലാ അഖാനാ. അല്ലാഹുവിന്റെ റസൂലിനെ കളിയാക്കിയിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഈ ഞങ്ങളെ ഉപദേശിക്കാനോ ഖബറിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പെടുത്താനോ ആഖിറത്തെ പറഞ്ഞ് ഞങ്ങളെ പരിഭ്രാന്തിക്കാനോ ഞങ്ങൾ ആരെന്നറിയോ മുഹമ്മദേ? അഹിയാനൻ യജുറു ഇലാ അഖീനാ. ഒരുത്തം പറയുകയാണ്, എനിക്ക് വ്യഭിചരിക്കാതെ കിടന്നാലിറക്കം വരില്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യഭിചരിക്കാൻ ഒരാളെ കിട്ടാതെ നിരാശയോടെ രാത്രിയിൽ ഞാൻ തിരിച്ചു പോകുമ്പോ ഇന്നെനിക്ക് വ്യഭിചരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദുഃഖിച്ചു പോകുമ്പോ ആ സമയത്താണ് എന്റെ സഹോദരന്റെ ഭാര്യയെ കണ്ടത്. അവളുമായിട്ട് ഞാൻ ഇന്ന് വ്യഭിചരിച്ചെന്ന് പരസ്യമായിട്ട് കഅബാലയത്തിന്റെ മത്താബിനെ വിളിച്ചു പറഞ്ഞ ആ സമയത്താണ് മറ്റൊരു ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഇദാലം യജുറു ബിഹി ഇല്ലാ അഖാനാ. എന്റെ ജോലി വഴിയരികിലൂടെ നടന്നു പോകുന്ന ആളുകള് പാറക്കെട്ടിന്റെ പുറകിൽ ഒളിച്ചിരുന്നിട്ട് അവരെ പിടിച്ചു നിർത്തി തല കൊയ്തെടുക്കലാ. അങ്ങനെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എന്റെ ഇരയെ കാത്തിരുന്നു. അവസാനം ഒരാളെ പോലും കാണാതെ മൂവന്തി നേരമായപ്പോ കള്ളുഷാപ്പിൽ കൂട്ടുകാർ ഒരുമിച്ച് കൂടുന്ന നേരത്ത് ഒരു തുള്ളി പൈസ ഇല്ലാതെ എന്റെ വാളുടയിലോട്ടിടാൻ പോയപ്പോ ഇന്നൊരു രക്തത്തിന്റെ സ്പർശനമില്ലാതെ എന്റെ വാളുടയിലിടണമല്ലോ നോക്കിട്ട് ഉടയിലോട്ടിടാൻ പോയപ്പോഴാണ് എതിർഭാഗത്തൂടി മനുഷ്യൻ വരുന്നത് കണ്ടത്. ആ മനുഷ്യൻ എന്റെ പിതാവായിരുന്നു. എന്റെ മുന്നിലൂടെ വന്ന പിതാവിനെ പിടിച്ചു നിർത്തിയിട്ട് അന്നൊരു ദിവസം എന്റെ വാളിന്റെ രക്തത്തിന്റെ മോഹം തീർക്കാൻ എന്റെ പിതാവിന്റെ കരുത്ത് ഞാൻ വെട്ടിയെറിഞ്ഞിട്ട് എന്റെ ഉപ്പയുടെ മനുഷ്യന്റെ പൈസ എടുത്തിട്ട് മദ്യപിച്ചെന്ന് കൈവാലയത്തിന്റെ മത്താബിൽ നിന്നിട്ട് ലോകം ഇതേവരെ കേൾക്കാത്ത ക്രൂരത വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളാണ് വലിയവരെന്ന് അഭിമാനിച്ചിരുന്ന മക്കാ ഖുറൈശികളുടെ നേരെയാണ് ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. ഹബീബായ നബിക്കായത്തിറങ്ങി നബിയെ അവരോട് പറഞ്ഞു കൊടുക്ക നബിയെ, അൽഹാകുമുത് തകാബുർ ഹത്താ സുർതുൽ മകാബിർ കല്ലാ സൗഫ തഅലമൂന തുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അവരോട് ചോദിക്ക നബിയെ, ഏതുവരെയാണ് ഈ അഹങ്കാരം? ഏതുവരെയാണ് നിങ്ങളുടെ സമ്പത്ത്? ഏതുവരെയാണ് നിങ്ങളുടെ വാപ്പോര്? അൽഹാകുമുത് തകാബുർ, ഇത്ര അഹങ്കരിക്കാൻ നീ ആരടാ തമ്മാടി? ഏതുവരെയാണ് നിന്റെ ഈ സമ്പത്ത് പ്രയോജനപ്പെടുക? ഏതുവരെയാണ് നിന്റെ അധികാരം പ്രയോജനപ്പെടുക? പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി അടക്കുന്നത് വരെ
പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി 3 കഫൻ തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്നെ മനസ്സിൽ കിടത്തുന്നത് വരെ, നിന്റെ മുകളിലേക്ക് മണ്ണ് വന്ന് വീടുന്നത് വരെ. സഹോദരങ്ങളെ, അവസാനിപ്പിക്കുകയാണ് ഞാൻ. ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത് ഇവിടെയാണ്. അത്ഭുതത്തിന്റെ മഹാത്ഭുതം, പരിവർത്തനത്തിന്റെ മഹാത്ഭുതം. സഹോദരങ്ങളെ, പരിശുദ്ധിയുടെ പര്യായമായി എടാ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി അടക്കുന്നത് വരെയല്ലേയുള്ളൂ. പള്ളിക്കാട്ടിൽ പോകില്ലേ സഹോദരങ്ങളെ? ഉച്ചനേനാക്ക പകരേ ദിയേ കഫൻ और चुकी है सब मिलकर माँ बाप भाई बहन. സാധാരണ കുളിച്ചിട്ടാണ് ഞാൻ വസ്ത്രം മാറ്റുന്നത്. ഇന്ന് കുളിക്കുന്നതിന് മുമ്പേ ഇവരെന്റെ വസ്ത്രമങ്ങ് മാറ്റിക്കളഞ്ഞു. എന്നെ കഫൻ തുണി പുടവിച്ചു. ഞാൻ നോക്കുന്നത് എന്താണ്? ഓ ചുക്കി ഹൈ സബ് മിൽക്കർ മാँ बाप भाई बहन. എന്റെ ഭായി എന്റെ സഹോദരൻ, ബഹൻ എന്റെ സഹോദരി, മാമന്റെ ഉമ്മ, ബാപ്പന്റെ ബാപ്പ എന്റെ മയ്യത്തിന്റെ ചുറ്റുമിരുന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. പൊന്നുമോനെ പോയല്ലോടാ, എന്റെ ഉമ്മ പൊട്ടിക്കരയുന്നുണ്ട്. കൺമണിയെ പോയല്ലോ. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. എന്റെ പൊന്നുമക്കൾ എന്റെ മയ്യത്തിന് കെട്ടിപ്പിടിച്ച് നിലവിളിക്കുന്നുണ്ട്. അരിമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, കൈകെട്ടി മിണ്ടാണെന്നു നീ കിടക്കുന്നേ. എന്റെ 8 വയസ്സുകാരനും എന്റെ 5 വയസ്സുകാരനും കൊണ്ട് തീരാ കണ്ണ് കൊതി തീരാത്ത 5 മാസം പ്രായമുള്ള എന്റെ പൊന്നുമോള് എല്ലാവരും കരഞ്ഞ് പറയാതെ എന്റെ മയ്യത്തിന് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. മയ്യത്തിന് കെട്ടിപ്പിടിച്ചു മക്കളെ കരയുമ്പോ, ആ സമയത്ത് വീടിന്റെ ഉമ്മറപ്പടിയിൽ മറഞ്ഞു കിടക്കുമ്പോ സ്വന്തം മക്കളോട് പറയാൻ കഴിയണം, മക്കളെ ഉപ്പയ്ക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഉപ്പ നിങ്ങൾക്ക് വേണ്ടി കോടികൾ ഉണ്ടാക്കേണ്ട പൈസ കൊണ്ട് ഉപ്പ ഹാഫിളീങ്ങളായ മക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഉപ്പ മണലാരണ്യത്തിലുണ്ടാക്കിയ പൈസ കൊണ്ട് ഉപ്പ ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിളീങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉപ്പയുടെ മയ്യത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് ഈ ഹാഫിളീങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ കരയണ്ട, ഉപ്പയ്ക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ആത്മാവുണ്ടാവണം. അതിനുവേണ്ടിയാണ് ഫിറോസ് ഖാൻ സാഹിബ് അദ്ദേഹത്തിന്റെ വരുമാനം കൊടുത്തിട്ട് ഹിഫ്ദുൽ ഖുർആൻ നടത്തുക. ലാഭമല്ലേ സഹോദരങ്ങളെ, ലാഭമല്ലേ? മാസം 50,000 രൂപ ചെലവുണ്ട്. 10 മാസം മാറ്റിവെച്ചാൽ 5 ലക്ഷമായി. അദ്ദേഹത്തിന്റെ മക്കളുടെയും ഭാര്യയുടെയും പേരില് ഒരു 10 സെന്റ് സ്ഥലം ഇവിടെ മേടിച്ചു വെക്കാം. നിങ്ങൾ പറയും ബുദ്ധിമാൻ. പക്ഷേ ചെയ്യുന്ന കച്ചവടത്തിലേറ്റവും നല്ലതാ റബ്ബിന്റെ ആജ്ഞയെ കൊത്തു നീ നടക്കുന്നതാ. ഏറ്റവും നല്ല കച്ചവടം ഈ കച്ചവടമാണ്. കാരണം ഖബറിലേക്ക് പോകുന്ന സമയത്ത്, ആരില്ലാത്ത സമയത്ത്, ഖബറിന്റെ ആഴം സ്നേഹിത നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. പിടിമണ്ണ് മാറിയിട്ടു മീതാനിലേക്ക് എല്ലാവരും പോയി. പിന്നെ ആണ്ടതിക്കൊരു പ്രാവശ്യമാണ് വാപ്പയുടെ ഖബർ കാണുക. പക്ഷേ യഹിയാൻ വലിയ ഭാഗ്യവാനാണ്. ഖബറിലിട്ടിട്ട് ആരും പറഞ്ഞില്ല. ഉപ്പയും സഹോദരങ്ങളും തിരിച്ചു വന്നു. കൂടപ്പറപ്പ് പോയി. കണ്ടു കൊതി തീർന്നില്ല, മിണ്ടിപ്പൂതി തീർന്നില്ല, ഭാര്യയ്ക്ക് കണ്ണനുഭൂതി തീർന്നില്ല. ഗർഭത്തെ ശിശുവായ സുൽത്താൻ എന്ന പൊന്നുമോൻ ഉപ്പയുടെ മുഖം കണ്ടില്ല. പക്ഷെ കാണാൻ കഴിയും സഹോദരങ്ങളെ. ആ പൊന്നുമോൻ ഉപ്പയെ കാണുന്നവരിലെന്നും ഖുർആൻ എന്ന് പറയുന്നുണ്ട്, والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين. സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിൽ വാപ്പയും ഉമ്മയും ദുരിയത്തും അവരുടെ മക്കളും സ്വർണ്ണക്കട്ടിൽ നിൽക്കുമ്പോ ഉപ്പയുടെ മുഖം കാണാത്ത സുൽത്താൻ എന്ന മോൻ ഉപ്പയോട് പറയും, ഉപ്പ മരിച്ചതിന് ശേഷമുള്ള ദുനിയാവിലെ വിശേഷങ്ങളെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു അങ്ങനെ ഒരു കുടുംബമാക്കി തീർക്കട്ടെ. ഭാര്യയും മക്കളും വന്നു, ഉപ്പയും സഹോദരങ്ങളും വന്നു. സഹോദരൻ ഖബറിനുള്ളിലായി മീസാൻ വെച്ചു ആണ്ടതിക്കല്ല. ഇനി ആ സ്വത്തിൽ നിന്ന് ആ മനുഷ്യനോ ഒരു പള്ളി വെച്ചിട്ട് പില്ലർ പൂർത്തിയാകുന്നതിന് മുമ്പെയാണ് ആ മനുഷ്യൻ ഖബറിലേക്ക് പോയത്. ആ മനുഷ്യനെ നഷ്ടപ്പെട്ടിട്ടില്ല. അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ ലാഭക്കച്ചവടം ചെയ്ത ആളാ.
അവര് തീരുമാനിച്ചു ഇനി എന്ത് വേണം, ഒരു ദറസ് നടത്തുക. കലൂർ അബ്ദുറഹീം ഉസ്താദിന്റെ അടുക്കൽ പോയി. ദറസ് നടത്താനുള്ള സ്ഥലമില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യൻ സഫീർ ഖാൻ മന്നാനെ വിളിച്ചു, ചുമതല ഏൽപ്പിച്ചു. 4 വർഷം കഴിഞ്ഞു. അവിടെ ഇരുന്നിട്ട് പിന്നീട് 24 മണിക്കൂർ ഖുർആനായി. മോനെ മറന്നില്ലല്ലോ, ഇതുപോലെ ജീവിത കാലമില്ലൊരു കൊണ്ട് കണ്ടിട്ടുമുണ്ടോ ഇതിനു മുമ്പും പണ്ട്. ആ ചെറിയ കുണ്ടിന്റെ ഉള്ളിൽ സ്വർഗത്തിന്റെ പുതപ്പ് പുതയ്ക്കാൻ തങ്ങളുടെ സഹോദരന് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മകന് വേണ്ടി ഒരു കുടുംബം അർപ്പിച്ചു. ആ അർപ്പിച്ച അർപ്പണമാണ് മെമ്മോറിയൽ ഹിഫ്ദുൽ ഖുർആൻ. അല്ലാഹു അതിനെ സ്വീകരിക്കട്ടെ, അല്ലാഹുവിനെ സ്വീകരിക്കട്ടെ. ആ മനുഷ്യൻ ഖബറിൽ കിടക്കുമ്പോ ഒരു വെളിച്ചം വരും. ഈ വെളിച്ചമേടാ അന സാഹിബുക്കൽ ഖുർആൻ, ഞാൻ എന്റെ കൂട്ടുകാരനായ ഖുർആനാണെന്ന് ഖബറിൽ അത് വിളിച്ചു പറയുമെന്ന് വിശുദ്ധനായ നബി മുഹമ്മദ് മുസ്തഫ. നഷ്ടമല്ല ഇതിൽ വലിയൊരു ലാഭം ലോകത്ത് ചെയ്യണം. ആ മരിച്ച സഹോദരങ്ങളെ, ആ മനുഷ്യൻ മരിച്ചിട്ടില്ല. എന്ന മനുഷ്യന്റെ ശരീരമാണ് ഖബറിനുള്ളിൽ പോയത്. ആകാശത്തിന്റെ മുകളിലിരുന്ന് ആ റൂഹിന്റെ ശക്തി കൊണ്ട് കാണുന്നുണ്ട്. ഈ സദസ്സ് ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. വണ്ടോശത്തിന്റെ വണ്ടിയുമായി നരകത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി അബൂ ഹുറൈറ റളിയല്ലാഹു തആല സുബഹി നമസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റു. കുപ്പായത്തിൽ പിടിച്ചു വലിച്ചിരുത്തി, അബൂ ഹുറൈറ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ അബൂ ഹുറൈറ. എന്താണ് നബിയേ? സ്വർഗത്തിന്റെ നരകത്തിന്റെ മുമ്പിൽ ഒരു വാപ്പയും ഉമ്മയും വന്ന് നിൽക്കും. എന്നിട്ട് ആ വാപ്പയും ഉമ്മയും അത്ര തക്കവയുള്ളവരല്ല, പക്ഷെ അവരുടെ മകൻ ഹാഫിളാണ്. ആ ഉപ്പയും ഉമ്മയും നരകത്തിലേക്ക് അള്ള വിടും. ഈ മകൻ പക്ഷേ സ്വർഗത്തിന് പോവില്ല. അവൻ ഹാഫിളാണ്, സ്വർഗത്തിന് പോവില്ല. മലക്കുകൾ ചോദിക്കും, നീ എന്താ സ്വർഗത്തിന് പോകാത്തതെന്താ? ഞാൻ പോവില്ല, എന്റെ ഉപ്പയും ഉമ്മയും നരകത്തിലേക്ക് നിൽക്കുകയാണ്. ആ സമയത്ത് ഹാഫിളായ പൊന്നുമോൻ നരകത്തിന്റെ മുമ്പിലുള്ള പടിയിൽ ഇങ്ങനെ കറങ്ങി നടക്കും. എന്നിട്ട് അവന്റെ ഉപ്പയുടെ ഉമ്മയുടെ കയ്യിൽ പിടിച്ച് അവൻ സ്വർഗത്തിലേക്ക് വലിച്ചിടും. അല്ലാഹുവേ, ഇവരാണ് എന്നെ ഹാഫിളാക്കിയത്, ഈ ഉമ്മയാണ് എന്നെ ഹാഫിളാക്കിയത്, ഇവരാണ് എന്നെ ഹാഫിളാക്കാൻ വിട്ടത്. അവരില്ലാതെ ഞാൻ പോകില്ല റബ്ബേ. ഒരു ഹാഫിളിന് 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാം. അതൊന്ന് എന്റെ ഉപ്പയാണ്, രണ്ടാമത് എന്റെ ഉമ്മയാന്ന് പറഞ്ഞ് കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് വലിച്ചിട്ടിട്ട് ആ മക്കള് സ്വർഗത്തിലേക്ക് പോകും. അബൂ ഹുറൈറ, ഏതുപോലെ എഴുന്നേറ്റ് പോയ നിന്നെ ഞാൻ കുപ്പായത്തിൽ പിടിച്ചു തിരിച്ചതുപോലെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല. ഒരു ചാണ്ടുകളിൽ സൂര്യൻ, താഴെ ചെമ്പിന്റെ തല. ഹിസാബിന് വേണ്ടി കിടന്നിട്ട് പിടയുകയാണ്. അമ്പിയാക്കളുടെ പുറകെ ഓടുകയാണ്. ആ സമയത്ത് ആകാശത്ത് ലോകത്തുള്ള കോടാന് ജനങ്ങൾ ഹിസാബിൽ കിടന്ന് വല്ലാതെ തീച്ചുളയിൽ വെന്തുരുകുമ്പോ സ്വർഗത്തിന്റെ മുകൾ ഭാഗത്തിന് മിസ്കിന്റെ കുന്നിന്റെ അത്രേ. ആ മിസ്കിന്റെ കുന്നിലിരുന്നിട്ട് ആ കുന്നിലൊരു ചെറിയ വൃക്ഷമുണ്ട്, ഇസ്മുഹു തൂബ. ആ വൃക്ഷത്തിന്റെ പേര് തൂബ എന്നാണ്. തൂബ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കുറെ കുട്ടികളും കുറെ മുതിർന്നവരും ഇരുന്ന് സ്വകാര്യം പറയും, പൊട്ടിച്ചിരിക്കും. അവർക്ക് ഹിസാബില്ല. ബാക്കിയുള്ളവരൊക്കെ ഹിസാബിൽ നിൽക്കുകയാണ്. താഴെ നിൽക്കുന്ന ആളുകളുടെ മുകളിൽ സ്വർഗത്തിന്റെ മിസ്കിന്റെ കുന്നിലിരിക്കുന്ന അവരോട് ചോദിക്കും, നിങ്ങളാരാ? നിങ്ങൾക്ക് ഹിസാബില്ലല്ലോ, നിങ്ങളാരാ? സ്വർഗത്തിന്റെ കുന്നിലിരിക്കുന്നവരാരാ? ആ സമയത്ത് അവര് പറയും, ഞങ്ങളാരെന്നറിയോ? അല്ലാഹുവിന്റെ ദൃഷ്ടിക്ക് വേണ്ടി ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിളീങ്ങളാണ് അവർ. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരാരാ? അവര് പറയും, ഞങ്ങളുടെ അടുത്തിരിക്കുന്നത് ഞങ്ങൾ ഹാഫിളാവാൻ പോയപ്പോ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന, ഞങ്ങൾക്ക് വസ്ത്രം തന്ന, ഞങ്ങളെ സഹായിച്ചവര് ഞങ്ങളുടെ മാതാപിതാക്കളുമാണ്. ഇൻഷാ അല്ലാഹ് കാവുകളെ കുടുംബത്തിന് സ്വർഗത്തിന്റെ ഈ തൂബാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കാനുള്ള ഒരു വസീലയായി ഈ സ്ഥാപനത്തെ അല്ലാഹു മാറ്റുമാറാകട്ടെ. അവിടെ വെച്ച് പറയണം, അവിടെ എല്ലാവരും ഉണ്ടാകണം, ഈ കുടുംബം മുഴുവൻ ഉണ്ടാകണം. ഞങ്ങൾ ആരാ? ഞങ്ങളെ ഹാഫിളീങ്ങളെ വളർത്തിയവരാണെന്ന് പറയാൻ കഴിയുന്ന
അഭിമാനത്തിന്റെ സ്വർഗത്തിന്റെ മിസ്കിന്റെ കുന്നിൽ സ്വർഗത്തിന്റെ തൂബാമരത്തിന്റെ താഴ്വരയിൽ ഒരുമിച്ച് കൂടാൻ കഴിയുന്ന മുത്തഖീങ്ങളാക്കി ഹാഫിളീങ്ങളായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായി സൂക്ഷിക്കുന്നുവെന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും, അത് ഖുർആൻ മനപ്പാഠം വരെ ഹാഫിളാവാൻ പറ്റും, അല്ലെങ്കിൽ ഇത്ര ആയത്തിങ്ങനെ ഓതാൻ പറ്റും. അത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നവാസ് മന്നാനി ഈ നാടിന്റെ സംഭാവന, കേരളം മുഴുവൻ അറിയപ്പെട്ട പ്രഭാഷകൻ, ആ പ്രഭാഷണ വഴിയിലൂടെ പോകുമ്പോൾ അള്ളാഹു ആരോഗ്യത്തോടെ കൈസ് കൊടുക്കട്ടെ. ആ നാവിനെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഏറ്റവും വലിയ അനുഗ്രഹം അൽഹംദുലില്ലാ. ഞാൻ തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിൽ 15 കുട്ടികൾ ഹിഫ്ളുൽ ഖുർആൻ നടക്കുന്നുണ്ട്. 3 പേര് ഹാഫിളായി, ഒരു കുട്ടി 8 മാസം കൊണ്ട് ഹാഫിളായി. രണ്ടാമത് എന്റെ ക്യാസറ്റ്, കാലം തന്നെയാണ് സത്യമെന്ന ക്യാസറ്റ് കേട്ടിട്ട് അതിലൊരു ഹാഫിളായ കുട്ടി ഉമ്മാടെ ഖബർ സിയാറത്ത് എന്നൊരു സംഭവം പറയുന്നു. ആ ക്യാസറ്റ് കേട്ട് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിലെ MD അബ്ദുള്ള സാഹിബ് ആരോഗ്യത്തിൽ കഴിച്ചു കൊടുക്കാൻ രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. ബെൻസ് കാർ എടുത്തിട്ട് വെള്ളിയാഴ്ച രാവിലെ എൻ്റെ വീട്ടിൽ പോകും. ഉസ്താദെ 1 കോടി രൂപ ഞാൻ, 1 കോടി രൂപ എൻ്റെ ഭാര്യ, വേറെ ഒരു പിരിവില്ല. ഉസ്താദ് എൻ്റെ പ്രിൻസിപ്പളായിട്ട് നിന്നാൽ മാത്രം മതി. ഒരു ഹിഫ്ളുൽ ഖുർആൻ തുടങ്ങി 2 കോടി രൂപ ഭാര്യ ഭർത്താവ് തുടങ്ങി 50 കുട്ടികൾ അവിടെ പഠിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നല്ല ഹാഫിളുകളെ കൊടുക്കട്ടെ. കഴിഞ്ഞ മാസം ദുബൈയിൽ നിന്ന് 2 പേര് കാണണമെന്ന് ആവശ്യപ്പെട്ട് തൃശ്ശൂരിൽ ഒരു ഹോട്ടലിൽ പോകും. ഒരേക്കർ സ്ഥലമുണ്ട്. സ്ഥലം ഞങ്ങൾക്കൊരു ഹിഫ്ളോടെ നിങ്ങൾ കൂടെ വന്നാൽ അൽഹംദുലില്ലാ. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് 3ാമത്തെ സ്ഥാപനം തുടങ്ങാൻ പോകണം. നാളെ 24-ാം തീയതി തറക്കല്ലിൽ. അതൊക്കെ ഇന്നലെ പറവൂർ വെച്ച് സംസാരിച്ചു. എറണാകുളം ജില്ലയിൽ കൂടെ തുടങ്ങും. ഒരാള് എറണാകുളം ഹൈവേയിൽ 1 ഏക്കർ സ്ഥലം ഹിഫ്ളുൽ ഖുർആൻ തുടങ്ങും. ഞാൻ പോയെടുത്തൊക്കെ ഹാഫിളീങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഈ വിനീതൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ഹിഫ്ളിന്റെ ബന്ധമാണ് ഇവിടെ ഈ വ്യാഴാഴ്ച ദിവസം എത്താൻ എന്നെ പ്രേരിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ഈ ദിവസം അവസാനം മർഹൂമിയാക്കാൻ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി ലോകത്ത് ഇങ്ങനെ ഭാഗ്യം ലഭിച്ചൊരു മനുഷ്യൻ വരെ ഉണ്ടാവും. അല്ലാഹു ഈ ഭാഗ്യം നമുക്ക് നൽകട്ടെ. നമ്മൾ മരിച്ചാൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ എത്ര ആളുകൾ ഒരുമിച്ച് കൂടി ഒരു സദസ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരാൾക്ക് കിട്ടിയെങ്കിൽ ആ മനുഷ്യൻ എത്ര ഭാഗ്യവാൻ. മരണം അള്ളാഹു എഴുതി വെച്ചതാണ്. അത് ഏത് സമയത്തും എങ്ങനെയുണ്ടാവും. അള്ളാഹുടെ കലായിനെ മറയ്ക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. അള്ളാഹു അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ദുനിയാവിലെ കുടുംബജീവിതം ഭാര്യയോടും മക്കളോടും മൊത്ത് അള്ളാഹു സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലേക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനായ സുഹൃത്ത് സഫീർ ഖാൻ മന്നാനി, നല്ലൊരു സംഘാടകൻ, നല്ല പ്രഭാഷകൻ, എല്ലാം ഒരു സേവന സന്നദ്ധതയുടെ സ്വഭാവം. എനിക്കൊന്നും അങ്ങനെ ആവാൻ കഴിയില്ല. രാത്രി വളർന്നു കഴിഞ്ഞാൽ പലരും മുഴുവൻ വളർത്തും. സഫീർ ഖാൻ മന്നാനി ഉത്സാഹത്തിന് കൈയും കാര്യം വെച്ചാൽ സഫീർ ഖാൻ മന്നാനി ഓടി. അങ്ങനെ നമുക്ക് കഴിയില്ല. ഇവിടുത്തെ ഉസ്താദൻ